നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കാണുന്നത് ഇതുപോലെ ഓട്ടോകളാണ്. ഒരു 100 ഓട്ടോകളുണ്ടാകും. കുറേ എണ്ണം സ്റ്റാൻഡിൽ കിടക്കുന്ന കാണാം, കുറേ എണ്ണം ആൾക്കാരെ കയറ്റാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നതും കാണാം. അപ്പോൾ ഇവർ പറയുന്ന പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അഥവാ ഭാഷ അറിയാത്തവരൊക്കെ ആണെങ്കിൽ പിന്നെ അറിയാമല്ലോ, ഏത് നാട്ടിൽ സംഭവിക്കുന്നത് പോലെ അവിടെയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കും റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് പള്ളിയുടെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 250 രൂപ. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 100 രൂപ കൊടുത്ത് 100 രൂപ തരാൻ പറ്റുള്ളൂ. ഇല്ല, അവർ പറഞ്ഞു ഇല്ല, അത് പറ്റില്ല, അവിടെ ടോക്കൺ ഉണ്ട്, ഇവിടെ പൈസ കൊടുക്കണം, അവിടെ പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും കൂടി വന്നാൽ 100 രൂപ, അത് മേളിൽ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 100 രൂപയ്ക്ക് ഒരു ചേട്ടൻ സമ്മതിച്ചു. അങ്ങനെ പുള്ളിയിലൂടെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് അത് കയറി കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ റെയിൽവേ സ്റ്റേഷൻ. കൂടി വന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയുടെ അടുത്ത് അവിടം വരെ ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അതിനാണ് ഇവർ ഈ 100 രൂപ മേടിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്. ഇവിടെ ഈ മീറ്ററിൻ്റെ പരിപാടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ചില ഓട്ടോറിക്ഷയ്ക്ക് അത് മീറ്ററേ ഇല്ലെന്നാലും. പിന്നെ ആവശ്യക്കാർ നമ്മളായതുകൊണ്ട് നട്ടുച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് നടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും യാത്രാക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന പിന്നെ ഓട്ടോയ്ക്ക് പോകുന്നതുകൊണ്ട് അങ്ങനെ 100 രൂപയ്ക്ക് സംബന്ധിച്ച് ഓട്ടോറിക്ഷ ചേട്ടൻ്റെ കൂടെ കയറി. ഇവരുടെ ഓടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അപാര സ്പീഡിലാണ് ഇവർ ഓടിക്കുന്നത്. ഇവരിങ്ങനെ ഓടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആളെ ഇറക്കിയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് വന്നാൽ അവർക്ക് അടുത്ത ആളെ കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രെയിൻ വന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരാൾ 600 രൂപയെങ്കിലും സമ്പാദിക്കും. 200 രൂപ വെച്ചിട്ട് മിനിമം ഇമാര് സമ്പാദിക്കും. 2 പേരോ 3 പേരോ ഓട്ടോറിക്ഷയ്ക്കകത്തുണ്ടെങ്കിൽ ഒരു തലയ്ക്ക് വരെ 100 രൂപ വെച്ച് തന്നെ മേടിക്കും. 3 പേരുടെ ഓട്ടോറിക്ഷയാണെങ്കിൽ 300 രൂപ അവർ മേടിക്കും. 2 പേരുണ്ടെങ്കിൽ 200 രൂപ മേടിക്കും. ഒരാളാണെങ്കിൽ 200 രൂപ മേടിക്കും. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുറച്ച് തരും. അങ്ങനെ കുറച്ച് തരാൻ താല്പര്യമുണ്ട്. അങ്ങനെ ആ പൈസയ്ക്ക് ഓടാൻ താല്പര്യമുള്ളവരോട് നമുക്ക് കയറുകയും ചെയ്യാം. റോഡിന് 2 സൈഡിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും. ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നാട്ടുകാരുണ്ട്, പിന്നെ പള്ളിയിലോട്ട് പോകുന്നവരുണ്ട്, ബാഗൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷ ഇരിക്കുന്നത്. കാര്യം അവർ ചിലപ്പോൾ 7-8 ദിവസത്തേക്കുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ലഗേജും ഉണ്ടാകും. പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, അവർക്ക് അങ്ങനെ പോകാനും പറ്റില്ല. ബാഗ് തൂക്കി പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഇവരുടെ ഓട്ടോ ഇടിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അവൻ്റെ ഓട്ടോയുടെ 3 ടയർ ഊരി വെക്കും, RC ബുക്കും മേടിച്ച് വെക്കും MVD അല്ലെങ്കിൽ പോലീസുകാർ. അമ്മാതിരി പോക്കാണ് പോകുന്നത്. ഇവൻ്റെ ചെറിയ കണ്ണിങ്ങൊന്നും തെറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ വണ്ടി പോയി ഇടിക്കുക തന്നെ വൃത്തിയുള്ളൂ. കാര്യം ദൂരെ ഇടിക്കുക, അതുപോലെയാണ് വണ്ടികൾ വരുന്നത്. ഓട്ടോറിക്ഷയിൽ തന്നെ ഒരു ശ്രദ്ധയില്ല ഇവന്മാർ, അതുപോലെ സ്പീഡിലാണ് ഓടിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുന്നത്. ഇവർ സകലമായ അഭ്യാസം അവർ ആ ഓട്ടോറിക്ഷ വെച്ച് കാണിക്കുന്നുള്ളതാണ്. പറയാതിരിക്കുന്നവരെ പറ്റി ഇവർക്ക് ഒരു ധാരണയില്ല. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പറയാതിരിക്കാനായിട്ട്. ഞാനാണ് ഓട്ടോറിക്ഷയ്ക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ ബാഗ് ഒരു നിമിഷം എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടപ്പോഴത്തേക്കും ബാഗ് തിരിച്ച് റോഡിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ഞാൻ പിന്നെ ചാടി പിടിക്കുകയാണ് ബാഗ്. എന്നിട്ട് ഞാനോട് പറഞ്ഞു അണ്ണാ വെച്ച് പതുക്കെ പോകാൻ പറഞ്ഞു. അണ്ണൻ പറഞ്ഞു അങ്ങനെയല്ല സാർ, ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർക്ക് ആളെ വിട്ടിട്ട് അടുത്ത ആളെ എടുക്കണം, ഇവർക്ക് ട്രെയിൻ വരുന്നത് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ഓട്ടമായിട്ടുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കൺവിൻസ് ചെയ്ത രീതിയിലാണ് ഇവർ പിന്നെ സംസാരിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കി തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഓട്ടോറിക്ഷയ്ക്കത്തുണ്ട്, നിറച്ചും ബാഗാണ്. കാര്യം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ബാഗ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇത്ര ദൂരം നടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ. റോഡിലാണെങ്കിൽ നല്ല തിരക്കും. മെയിൻ റോഡിലോട്ട് കയറി കഴിഞ്ഞാലാണ് അവർ സ്പീഡ് ഇച്ചിരി കുറയ്ക്കുന്നത്. അത് സ്പീഡ് ഇച്ചിരി കുറയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദൂരെ ബസ്സും വരുന്നുണ്ട്, അതുപോലെ ഓട്ടോറിക്ഷയും വരുന്നുണ്ട്. വേളാങ്കണ്ണി റോഡുകളെല്ലാം മെയിൻ റോഡുകളെല്ലാം ചെറുത് തന്നെയാണ് കേട്ടോ. പിന്നെ റോഡിൻ്റെ 2 സൈഡിലും കച്ചവടക്കാരാണ്, അതുകൊണ്ട് നല്ല തിരക്കാണ് റോഡിൽ എപ്പോഴും. ടൗണിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ടായിരിക്കും രാവിലെയൊക്കെ അവർ തൂത്ത് വൃത്തിയാക്കിയിട്ടൊക്കെ പോകുമായിരിക്കും. പിന്നെ ഈ വരുന്നവരൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റോഡിലോട്ട് തന്നെ ഇടുക, പ്ലാസ്റ്റിക് റോഡിലോട്ട് ഇടുക, കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ റോഡിലോട്ട് ഇടുക. അപ്പോൾ അങ്ങനെയുള്ള ചെയ്ത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നത് ഞാനങ്ങ് വിചാരിക്കുകയാണ്. സാധാരണക്കാരെ ഒരുപാട് ആൾക്കാർ നമുക്ക് റോഡിന് 2 സൈഡിലും കാണാൻ പറ്റും. ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ പള്ളിയിലോട്ടൊന്നും വിടണ്ട, എന്നെ ബസ് സ്റ്റാൻഡിൽ തൊട്ടെടുത്തിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതാകുമ്പോൾ നമുക്കൊരു റൂമൊക്കെ അന്വേഷിച്ച്